ഭിന്നശേഷിക്കാരുടെ കോട്ടയിൽ ഉൾപ്പെട്ട് MBBS സീറ്റ് ലഭിക്കാനായി സ്വന്തം കാല് മുറിച്ചു മാറ്റി വികലാംഗനായി യുവാവ് വീട് കയറി ആക്രമിച്ച് 2 പേർ കാൽ വെട്ടിമാറ്റുകയായിരുന്നുവെന്ന യുവാവിന്റെ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത്. ഉത്തർപ്രദേശിലെ ജൗൻപൂരിലാണ് കേട്ടുകേൾവിയില്ലാത്ത സംഭവം. സൂരജ് ഭാസ്കർ എന്ന യുവാവാണ് നീറ്റ് പരീക്ഷയിൽ 2 തവണ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഈ കടുംകൈ ചെയ്തത്. ഭിന്നശേഷി കോട്ടയിൽ പ്രവേശനം നേടാനായിരുന്നു സൂരജിന്റെ ശ്രമം. 2026-ൽ ഏതുവിധവും MBBS സീറ്റ് കരസ്ഥമാക്കണമെന്നായിരുന്നു സൂരജിന് വാശി. ഇതിനായി കാൽ മുറിച്ചു മാറ്റി. പിന്നാലെ വീട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉറങ്ങിക്കിടക്കുമ്പോൾ അജ്ഞാതർ ആക്രമിച്ചതെന്നാണ് പ്രാഥമിക മൊഴിയിൽ പോലീസിനോട് പറഞ്ഞിരുന്നത്. मैं अपने घर में गया था, मकान में, घर खेत में है, वहाँ मैं पढ़ने गया था तो 12 बजे 2 लोग आए थे. उनका नाम नहीं जानता मैं. अचानक से मारने लगे. उसके बाद मारे, मुझे तो बेहोश कर दिए. जब मैं होश आया मुझे 5 बजे तो मैं तब देखा मैं पैर कटा हुआ ऐसा मतलब. उसके बाद हॉस्पिटल में यहाँ पे आए और घटना से पहले 15 दिन पहले मुझे धमकी मिला था कि रोड पे मत घुमा करो. और 2 लोग थे बाइक से आए थे, पल्सर से आए थे कि छोटे कास्ट के हो, तुम्हारा औकात नहीं है घूमने की, ऐसे हो वैसे हो, और यही धमकी मिली थी. ഇതിന്റെ അടിസ്ഥാനത്തിൽ വധശ്രമത്തിന് പോലീസ് കേസും എടുത്തിരുന്നു. എന്നാൽ മൊഴികളിലെ വൈരുദ്ധ്യവും മുറിവിന്റെ സ്വഭാവവും പോലീസിൽ സംശയം ജനിപ്പിച്ചു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ യുവാവിന്റെ ഡയറിയിൽ താൻ 2026-ൽ MBBS ഡോക്ടറാകുമെന്ന് എഴുതിയിരുന്നു. ഛേദിക്കൽ എന്ന വാക്കും ഒപ്പം എഴുതിയിരുന്നു. പോലീസ് നടത്തിയ വിശദ പരിശോധനയിൽ സൂരജ് ഭാസ്കറിന്റെ മുറിയിൽ നിന്ന് അനസ്തേഷ്യ കുപ്പികൾ, സിറിഞ്ചുകൾ, സോ മെഷീൻ പോലുള്ള ഉപകരണങ്ങൾ എന്നിവയും കണ്ടെത്തി. കൂടുതൽ വിശദമായി പെൺസുഹൃത്തിനെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്തതോടെ കൃത്യം വ്യക്തമാവുകയായിരുന്നു. കാര്യങ്ങളെല്ലാം യുവാവ് പെൺസുഹൃത്തിനോട് പറഞ്ഞിരുന്നു. മുൻപ് പലതവണ പല മാർഗങ്ങളിലൂടെ വൈകല്യ സർട്ടിഫിക്കറ്റ് നേടാൻ യുവാവ് ശ്രമിച്ചിരുന്നുവെന്ന് പെൺസുഹൃത്ത് പോലീസിന് മൊഴി നൽകി. നിലവിൽ സൂരജ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിനും വ്യാജരേഖ ചമയ്ക്കാൻ ശ്രമിച്ചതിനും യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ.